To view this video in English, please click the link given above. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന ചാപ്റ്ററാണ്. അതിലെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കണ്ണിൻ്റെ സ്ട്രക്ചറും അതിലെ വേരിയസ് പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അത് കഴിഞ്ഞിട്ട് കണ്ണിനുണ്ടാകുന്ന കാഴ്ചയിലുണ്ടാകുന്ന ചില കുറവുകൾ, അതിനെ എങ്ങനെ പരിഹരിക്കാം, അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട ചില പ്രതിഭാസങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന ചില നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന ചില പ്രതിഭാസങ്ങളെക്കുറിച്ചുമാണ്. ആദ്യമായിട്ട് നമുക്ക് റിഫ്രാക്ഷൻ ഒരു ഗ്ലാസ് പ്രിസത്തിൽ നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ, മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുള്ള മീഡിയയാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആകുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിൻ്റെ ദിശ മാറുന്നു. കാരണം അതിൻ്റെ പ്രവേഗം അഥവാ വെലോസിറ്റി വ്യത്യാസം വരുന്നു. ഇതാണ് റിഫ്രാക്ഷൻ. നമ്മളപ്പോൾ പണ്ട് ഗ്ലാസ് പ്രിസത്തിൽ നിന്ന് ഉള്ള റിഫ്രാക്ഷൻ മനസ്സിലാക്കി. അതായത് ഇതൊരു ഇൻസിഡന്റ് റേ ആണെങ്കിൽ വന്ന് വീഴുന്ന റേ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ആ ഇൻസിഡന്റ് റേ ഇങ്ങനെ പോകണം അല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു നോർമൽ ഉണ്ട്. നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രതലവുമായിട്ട് ലംബമായ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു റേ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഇവിടെയാണ് നോർമലായിട്ട് എടുത്തു. അപ്പോൾ ഈ ഇൻസിഡന്റ് റേ ഇങ്ങനെ പോകുന്നതിന് പകരം ഇത് കുറച്ച് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തു. കാരണം എന്താ? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ റേസ് നോർമലിലേക്ക് അടുത്ത് വരും. ഇനി ഈ ഒരു പ്രതലത്തിലെത്തുമ്പോൾ വീണ്ടും ഇവിടെ നോർമലുണ്ട്. ഇവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഇത് ഇങ്ങനെ പോകും. ഈ റേയെ പറയുന്ന പേരാണ് എമർജന്റ് റേ. അപ്പോൾ ഈ എമർജന്റ് റേയും ഈ ഇൻസിഡന്റ് റേയും എന്തായിരുന്നു? പാരലൽ ആയിരുന്നു. പക്ഷേ അത് തമ്മിൽ കുറച്ചൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വന്നു. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചതിനെ പറയുന്ന പേരാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും പാരലൽ ആണെങ്കിലും ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ഇത് ഗ്ലാസ് ലാബിന്റെ കാര്യത്തിലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? നമ്മുടെ പ്രിസത്തിനെ കുറിച്ചാണ്. പ്രിസം ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. പക്ഷേ അത് 3 ഡയമെൻഷണൽ വ്യൂവിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് 3 വശത്ത് റെക്ടാങ്കിൾസ് ആണുള്ളത്. ഇവിടെ ഒരു റെക്ടാങ്കിള്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു റെക്ടാങ്കിള്, അടിയിലും ഒരു റെക്ടാങ്കിള്. അപ്പോൾ 3 റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ ചതുരങ്ങളും 2 ട്രയാങ്കിളും ഉണ്ട് അല്ലേ? അതായത് 2 ഫേസ്, മുൻപിലും പുറകിലുമുള്ള ഫേസ് ട്രയാങ്കിളാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു രൂപമാണ് പ്രിസം. ഒരിക്കലും ഒരു പിരമിഡിൻ്റെ ഷേപ്പ് നിങ്ങൾ ഓർക്കരുത്. ഇനി ഇവിടെ ലൈറ്റിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്നൊരു റേ വരികയാണ്. ഈ റേയുടെ പേരെന്താണ്? ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് ആകുന്ന, വന്ന് പതിക്കുന്ന ആ രേഖയെ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ഇവിടെ പി എന്നും ഇവിടെ ഇ എന്നും കൊടുത്താൽ ഇത് PE ആണ് ഇൻസിഡന്റ് റേ. ഇനി ഇവിടെ ഒരു നോർമൽ ഉണ്ട്. ഈ നോർമൽ ഇങ്ങനെ ചരിച്ച് വരയ്ക്കുന്നത് എന്താ? ഈ പ്രതലത്തിന്റെ ലംബമായിട്ട്, അതായത് ഇവിടെ പെർപെൻഡിക്കുലർ. ഓക്കെ, അങ്ങനെ വരും. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെ പോകണം? നേരെ അങ്ങ് പോകണം. പക്ഷെ അതിന് പകരം ഇതെന്ത് പറ്റും? ഇത് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് കടന്നത്. എയർ ഒപ്റ്റിക്കലി റെയറർ ആണ്, ഗ്ലാസ് ഒപ്റ്റിക്കലി ഡെൻസർ ആണ്. അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് കടക്കുമ്പോൾ ടുവേർഡ്സ് ദ നോർമൽ, ഇവിടെയാണ് നോർമൽ. ഈ രേഖ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ആകുന്നു. അപ്പോൾ ഇങ്ങനെയായി. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും ഒരു നോർമൽ ഉണ്ട്. പക്ഷേ ഇവിടെ പുറത്ത് കടക്കുമ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ നടക്കും. കാരണം മീഡിയം ചേഞ്ച് ആവുകയാണ്, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗ്ലാസ് ഡെൻസർ മീഡിയമാണ്, അവിടെ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകും. അപ്പോൾ നോർമലിൽ നിന്ന് ദൂരേക്കാണ് പോകുന്നത്, എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഇ എന്ന് എടുത്തു, ഇവിടെ എഫ് എന്ന് എടുത്തു. EF എന്ന് പറയുന്നത് എന്താണ്? EF ആണ് റിഫ്രാക്റ്റഡ് റേ. ഇനി എഫ്, ഇത് എസ് എടുത്താൽ FS എന്താണ്? നമ്മുടെ എമർജന്റ് റേ. എമർജ് ചെയ്ത് പുറത്ത് വരുന്ന റേ ആണ് എമർജന്റ് റേ. ഇനി എമർജന്റ് റേ എങ്ങോട്ടാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്? താഴേക്കാണ്. അപ്പോൾ ഒരു പ്രിസത്തിലേക്ക് കടക്കുന്ന ഒരു ഇൻസിഡന്റ് റേ എങ്ങോട്ട് അൾട്ടിമേറ്റ്ലി ബെൻഡ് ആകുന്നു? താഴേക്ക്. അതായത് ഇതിന്റെ ബേസിലേക്കാണ്, ടുവേർഡ്സ് ദ ബേസ് ആണ് ഇത് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ബേസിന്റെ ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യുന്നു.
ഇനി ഇത് എത്ര ബെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതായത് ഇങ്ങനെ പോകേണ്ടിയിരുന്ന രേഖ ഇത്രയും ബെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്, അത് ഇത്രയും ബെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എത്രമാത്രം ഡീവിയേറ്റ് ചെയ്തു, യഥാർത്ഥ പാത്തിൽ നിന്നും എത്ര ഡീവിയേറ്റ് ചെയ്തു അതറിയാനായിട്ട് നമുക്ക് ഈ ലൈനിനെ പുറകേക്ക് കൊണ്ടുവരാം. അപ്പം അത് ഈ ഇൻസിഡൻറ്റ് റേ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സോ നമ്മുടെ പ്രിസത്തിൽ പതിക്കുന്ന ഒരു രേഖ എന്ത് പറ്റുന്നു, അത് റിഫ്രാക്ഷൻ നടന്നിട്ട് ഒടുവിൽ അത് ബേസിൻ്റെ ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ എത്രത്തോളം അത് ബെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ, രണ്ട് പ്രതലങ്ങൾ തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ദ പ്രിസം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇപ്പോൾ ഈ ചിത്രം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ ബെൻഡ് ചെയ്തെന്ന് ഓർത്തിരിക്കുക. ടുവേർഡ്സ് ദ ബേസ് ആണ് ഇത് ബെൻഡ് ചെയ്യുന്നത്. ആ ആംഗിളിനെ പറയുന്ന പേരെന്താണ്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇനി നമുക്ക് അടുത്തൊരു പ്രതിഭാസം പഠിക്കാം. ഡിസ്പേർഷൻ എന്നാണ് അതിൻ്റെ പേര്. ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ത്രൂ എ പ്രിസം. ഇവിടെ വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ കടത്തി. ആദ്യം ഒരു രേഖയാണ്, ഒരു പ്രകാശമാണ് കടത്തി വിട്ടത്. അതിൽ ഒറ്റ കളറുള്ള ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്, വൈറ്റ് അല്ല. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സൂര്യപ്രകാശം അല്ലെങ്കിൽ വെളുത്ത ലൈറ്റാണ്. അപ്പോൾ ഇവിടെ പ്രിസത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ രേഖ ഇങ്ങനെ വരികയാണ്, നമ്മുടെ ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ഈ ലൈറ്റ് വരുമ്പോൾ എന്തായാലും റിഫ്രാക്ഷൻ നടക്കും. പക്ഷേ ഇത് വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വൈറ്റ് ലൈറ്റിൽ 7 കളേഴ്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമ്മുടെ റെയിൻബോ അല്ലെങ്കിൽ നമ്മുടെ മഴവില്ലിലുള്ള നിറങ്ങൾ തന്നെയാണ്. നമ്മളതിനെ എങ്ങനെയാണ് പറയുന്നത്? വിബ്ജിയോർ അല്ലേ. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇത്രയും നിറങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പ്രിസത്തിനകത്ത് കടക്കുമ്പോൾ ഈ വെള്ള ലൈറ്റിന് ഡിഫ്രാക്ഷൻ ഉണ്ടാവും. അതായത് വെള്ള ലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ഓരോ നിറങ്ങളും പല ആംഗിളിലാണ് റിഫ്രാക്ട് ചെയ്യുന്നത്. 2, 3, 4, 5, 6, 7 കണ്ടോ? അവ ഇപ്പം 7 പിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒറ്റ ലൈറ്റായിട്ട് പ്രിസത്തിൽ കയറി അവയ്ക്ക് റിഫ്രാക്ഷൻ സംഭവിച്ചു. പക്ഷേ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചപ്പോൾ ആ വെള്ള ലൈറ്റിലുള്ള 7 നിറങ്ങളും 7 ആംഗിളിലാണ് ഡീവിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റി. ഇനിയോ ഇത് ഈ പ്രതലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും ഡീവിയേറ്റ് ചെയ്യും അല്ലേ. മീൻസ് വീണ്ടും റിഫ്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? അത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ചിത്രവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ വരയ്ക്കുമ്പോഴും ഈ ആരോ മാർക്ക് കാണിക്കുക. ഇനി ഇവിടെ ഏറ്റവും വ്യക്തമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഏത് റേ താഴെ വരുന്നു, ഏത് നിറം താഴെ ഏത് നിറം മുകളിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. റെഡാണ് ഏറ്റവും മുകളിൽ വരേണ്ടത്, വയലറ്റ് ആണ് ഏറ്റവും താഴെ വരേണ്ടത്. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ റെഡ് എന്ന് പറയുന്നത് ലീസ്റ്റ് ബെൻഡിങ് ആണ്. അതായത് റെഡ് വളരെ കുറച്ച് ബെൻഡ്, റെഡിന് വളയാൻ വയ്യ, റെഡ് കുറച്ചൊന്ന് വളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓറഞ്ച് കുറച്ചും കൂടെ, യെല്ലോ കുറച്ചും കൂടെ, ഗ്രീൻ കുറച്ചും കൂടെ. പക്ഷേ ബ്ലൂവിൻ്റെ വേരിയൻസ് വന്നപ്പോൾ അവർ നന്നായിട്ട് ബെൻഡ് ചെയ്ത് വയലറ്റ് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്തു. സോ വയലറ്റ് ബെൻഡ്സ് ദ മോസ്റ്റ് ബെൻഡിങ് എന്തിനാണ്? വയലറ്റിനാണ് സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാം വയലറ്റ് വലിയ ബെൻഡിങ് എന്ന് ഓർത്താൽ മതി. വലിയ ബെൻഡിങ് ആരാ കാണിക്കുന്നത്? വയലറ്റ്. വയലറ്റ് വലിയ ബെൻഡിങ് ചെയ്തു. റെഡ് ആണെങ്കിലോ മടിയന, കുറച്ച് ബെൻഡിങ് ചെയ്തോളൂ. അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കുക, വയലറ്റ് ബെൻഡ്സ് ദ മോസ്റ്റ് ആൻഡ് റെഡ് ബെൻഡ്സ് ദ ലീസ്റ്റ് എന്നുള്ളത്, റെഡ് ബെൻഡ്സ് ദ ലീസ്റ്റ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് നമ്മുടെ ഐസക് ന്യൂട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കളർ ഡിസ്ക് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി കാണും. അതായത് ഒരു ഡിസ്കിൽ 7 കളേഴ്സ്, ഈ വിബ്ജിയോറിൻ്റെ 7 കളേഴ്സ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് സ്പീഡിൽ കറക്കുമ്പോൾ, അത് കറങ്ങി കഴിയുമ്പോൾ നമുക്കതെല്ലാം കൂടി ഒരു ഒറ്റ കളറായിട്ട്, അതായത് വെള്ള കളറായിട്ട് കാണും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വെള്ള കളറിൽ 7 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇനി ഈ കളേഴ്സിൽ ഇനി വീണ്ടും കളറുകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ന്യൂട്ടൺ ഒരു പ്രിസവും കൂടി ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കിയെങ്കിലും പിന്നീട് അതിനെ ഡിവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ റിഫ്രാക്റ്റ് ചെയ്ത് ഡിസ്പേഴ്സ് ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 7 കളേഴ്സ് മാത്രമേ ഉള്ളൂ ഈ വൈറ്റ് ലൈറ്റിലെന്ന്. അപ്പോൾ
വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ 7 കമ്പണൻറ്റ് കളേഴ്സ്, അതിലടങ്ങിയിരിക്കുന്ന 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. ഓക്കെ, ഇങ്ങനെ ഡിസ്പേർഷൻ നടത്തി ഉണ്ടാകുന്ന ഈ 7 കളേഴ്സിനെ പറയുന്ന പേരാണ് സ്പെക്ട്രം ഓഫ് ലൈറ്റ്. അവരാണ് അതിൻ്റെ ലൈറ്റിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ചൈനീസ് ഫാൻ കണ്ടിട്ടില്ലേ, വിശറി, അതിങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ വിടർത്താം അല്ലേ, ഇങ്ങനെ വിടർത്തുമ്പോൾ പല ഭാഗങ്ങൾ കാണാൻ പറ്റും. പിന്നെ അത് അപ്പം വിടർത്തുമ്പോഴാണ് 7 കളേഴ്സ്, മഴവില്ലിലെ കളേഴ്സ് ക്ലോസ് ചെയ്യുമ്പോൾ അത് ഒരു സിംഗിൾ വൈറ്റ് ലൈറ്റായിട്ട് കാണും. അപ്പോൾ ന്യൂട്ടനാണ് ഇത് മനസ്സിലാക്കിയതെന്ന് നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇനി ന്യൂട്ടൺ ഒരു കാര്യം കൂടി ചെയ്തു. ഇദ്ദേഹം എന്ത് ചെയ്തു, മറ്റൊരു പ്രിസം വെച്ചപ്പോൾ അത് സ്പ്ലിറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഇനിയുള്ള ഒരു പ്രിസത്തിനെ തല തിരിച്ച് വെച്ച് നോക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് വന്നു. ഈ ലൈറ്റ് 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ഞാൻ 7 വരയ്ക്കുന്നില്ല, നമ്മുടെ റെഡ് മേളിൽ, വയലറ്റ് താഴെ, അത് എപ്പോഴും ഓർത്തിരിക്കുക. ഇനി ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും, ഇത് വീണ്ടും റിഫ്രാക്ഷൻ നടക്കും. പക്ഷെ നമുക്കറിയാം റിഫ്രാക്ഷൻ നടന്ന് അവ താഴോട്ടല്ലേ ബെൻഡ് ചെയ്യുന്നത്. റെഡ് കുറച്ച് ബെൻഡ് ചെയ്യും, വയലറ്റ് കൂടുതൽ ബെൻഡ് ചെയ്യും അല്ലേ. എന്നിട്ട് ഇത് വീണ്ടും അടുത്ത ഒരു പ്രിസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ അവിടെയും എന്താണ്, ബേസിൻ്റെ അങ്ങോട്ട്, ഇതല്ലേ ബേസ്, ബേസിലേക്ക് ബെൻഡ് ചെയ്യുകയാണ്. റെഡ് കുറച്ച് ബെൻഡ് ചെയ്തു, ഇത് വെളിയിൽ പോകരുത്, ഇതാണ് പ്രിസം, ഇവിടെ വരെ. ഓക്കെ, ഇവിടെ നിന്ന് ഇത് എന്ത് ചെയ്തു, കൂടുതൽ ബെൻഡ് ചെയ്തു. ഓക്കെ, എവിടെ ഓർക്ക്, ഇത് റെഡ്, ഇത് വയലറ്റ്, ഇത് റെഡ്, ഇത് വയലറ്റ്. എന്നിട്ട് ഇത് എന്തായിട്ട് വെളിയിൽ വന്നു, ഒരു നമ്മുടെ, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ബെൻഡ് ചെയ്ത് വരയ്ക്കുക. ബേസിലായിട്ട് എപ്പോഴും ബേസിലായിട്ടാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ബേസിലേക്ക് എപ്പോഴും പോകും. ഇവിടെയും ബേസിലേക്ക് വന്നു, ഇവിടെയും ബേസിലേക്കാണ് പോയത്. ബേസ് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ വീണ്ടും എന്ത് പറ്റി, ആദ്യം 7 കളറായിട്ട് സ്പ്ലിറ്റായി. മറ്റൊരു പ്രിസം തലതിരിച്ച് വെച്ച് അതിൽ കൂടി കടത്തി വിട്ടപ്പോൾ ഈ 7 കളേഴ്സ് കൂടി വീണ്ടും വൈറ്റ് ലൈറ്റ് ആയിട്ടാണ് പുറത്തു വന്നത്. അതിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് എന്താണ്, വൈറ്റ് ലൈറ്റിലെ 7 കളേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡിസ്പേർഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, വൈറ്റ് ലൈറ്റിലുള്ള പല കളേഴ്സും പല ആംഗിളിൽ ഡീവിയേറ്റ് അല്ലെങ്കിൽ റിഫ്രാക്ട് ചെയ്തത് കൊണ്ടാണ് വൈറ്റ് ലൈറ്റിലെ ഡിസ്പേർഷൻ നടന്ന് 7 കളറായിട്ട് മാറിയത്. ഇനി ഈ റിഫ്രാക്ഷൻ കൊണ്ട് തന്നെ മറ്റ് പല പ്രതിഭാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മഴവില്ല്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും കൗതുകം ഉണർത്തുന്നതാണ് മഴവില്ല് അല്ലേ. നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുകാലത്തെ ടെക്സ്റ്റ് ബുക്ക്, KG-യിലോ പ്രൈമറിയിലോ എപ്പോഴെങ്കിലും ഒരു മഴവില്ലിൻ്റെ പിക്ചർ ഒന്നുകിൽ ഫ്രണ്ട് പേജിൽ കാണും അല്ലെങ്കിൽ ഉള്ളിൽ കാണും. കാരണം അത്രയ്ക്ക് കൗതുകമാണ് നമുക്ക് മഴവില്ലിനോട്. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും മഴവില്ല് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അതെപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു കാര്യമല്ല. മഴവില്ല് എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഒരു മഴ കഴിഞ്ഞിട്ടേ മഴവില്ലുണ്ടാകുള്ളൂ. അപ്പോൾ അതിന് എന്തുമായിട്ട് ബന്ധമുണ്ട്, വെള്ളവുമായിട്ട് ബന്ധമുണ്ട് അല്ലേ. മഴ കഴിഞ്ഞിട്ടേ കാണുള്ളതിന് മഴയത്ത് നമുക്ക് ലഭിക്കുന്നത് എന്താണ്, വെള്ളമാണ്. പിന്നെ എന്ത് വേണം, നല്ല വെളിച്ചം വേണം, സൺലൈറ്റും വേണം. അപ്പം സൺലൈറ്റും മഴത്തുള്ളികളല്ല, മഴ കഴിയുമ്പോൾ ധാരാളം വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എവിടെ കാണും, നമ്മുടെ അന്തരീക്ഷത്തിൽ സസ്പെൻഡ് ചെയ്ത് കാണും. ആ ഒരു ഈർപ്പമുള്ള സമയത്താണ് സണ്ണിൻ്റെ രശ്മികൾ അതിൽ പതിക്കുമ്പോൾ നമുക്ക് മഴവില്ല് കാണാൻ കഴിയുന്നത്. ഇത് മഴയുള്ളപ്പോൾ തന്നെ വേണമെന്നില്ല. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം ലൈറ്റിനെതിരായിട്ട് പതിപ്പിക്കുമ്പോഴും നമുക്ക് റെയിൻബോ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നയാഗ്ര ഫോൾസ് നിങ്ങൾ പോവുകയാണെങ്കിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ കാനഡയുടെ സൈഡിലാണെങ്കിലും അവിടെ ഈ വെള്ളച്ചാട്ടം പതിക്കുമ്പോൾ ധാരാളം വെള്ളത്തിൻ്റെ മോളിക്യൂൾ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ചിതറുന്നത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ റെയിൻബോ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം റെയിൻബോ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം, ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി വേണം. ഇതെന്താണായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊരു പ്രിസമായിട്ട് ആക്ട് ചെയ്യും. കാരണം വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് അല്ലേ, ഗ്ലാസ് പോലെയാണ്. അപ്പോൾ അതൊരു പ്രിസമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആരുണ്ട്, നമ്മുടെ സൂര്യനുണ്ട് അല്ലേ. സൂര്യനിൽ നിന്നുള്ള രശ്മി എവിടെ വന്നു, നമ്മുടെ പ്രിസത്തിൽ പതിച്ചു. അപ്പോൾ പ്രിസത്തിൽ പതിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണം, എയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിച്ച് അകത്ത് വന്നു. പക്ഷെ ഇതൊരു പ്രിസം അല്ലേ. അപ്പം സൂര്യൻ്റെ കിരണത്തിന് എത്ര കിരണങ്ങൾ അതിനകത്തുണ്ട്, 7 കളേഴ്സ് അല്ലേ. ആ 7 നിറങ്ങൾ എന്തായിട്ട് മാറും, സ്പ്ലിറ്റ് ചെയ്തിട്ട് 7 നിറങ്ങളും സ്പ്ലിറ്റായിട്ട് റെഡ് മേളിലും വയലറ്റ് താഴെ വന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഡിസ്പേർഷൻ സംഭവിച്ചു. അപ്പോൾ അത് പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രവേശിക്കുന്ന സമയത്ത് റിഫ്രാക്ഷനും അതിനുള്ളിൽ വെച്ച് 7 കളേഴ്സ് സെപ്പറേറ്റ് ആയി അങ്ങനെ ഡിസ്പേർഷനും സംഭവിച്ചു. ഇനി ഇവിടെ ഉള്ളിൽ ചെന്നിട്ട് അത് പതിച്ച് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ എന്ത് വിളിക്കാം, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇവിടെ റിഫ്ലക്ഷൻ നടത്തി എവിടെ, ഇങ്ങനെ ഇൻറ്റേർണലി
റിഫ്ലക്ഷൻ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച പ്രതിഭാസമാണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കടന്നു പോകില്ല, പകരം ബൗൺസ് ബാക്ക് ചെയ്യും. നമ്മളൊരു ബോൾ ഇങ്ങനെ എറിഞ്ഞാൽ അത് തിരിച്ചു വരും അല്ലേ, അതാണ് റിഫ്ലക്ഷൻ. ലൈറ്റ് ചെന്ന് പതിച്ച് തിരിച്ചു വരുന്നതാണ് റിഫ്ലക്ഷൻ. അതേസമയം ട്രാൻസ്പെറൻറ്റ് മീഡിയം ആണെങ്കിൽ ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. പക്ഷേ ഇവിടെ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് വീണ്ടും ഇവ തിരിച്ച് വരികയാണ്. ഓക്കെ, എന്നിട്ട് ഇത് വീണ്ടും എന്ത് പറ്റും? ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ റെഡ് ലീസ്റ്റ്, നമ്മുടെ വയലറ്റും മോറ് നമ്മുടെ കണ്ണിൽ ഇത് കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ പുറകിൽ സണ്ണായിരിക്കണം, മുമ്പിൽ ആണ് നമ്മൾ റെയിൻബോ കാണുന്നത്. ഈ 7 കളറും സ്പ്ലിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രതിഭാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ആദ്യം പറയേണ്ടത് നമ്മുടെ റെയിൻബോ അഥവാ മഴവിൽ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്പെക്ട്രമാണ്. അത് പ്രകൃതിദത്തമായ ഒരു സ്പെക്ട്രമാണ്. വൈറ്റ് ലൈറ്റിൻ്റെ 7 കളേഴ്സാണ്. അതിൽ എന്തൊക്കെ ഫിനോമിനൻ ഉണ്ട്, എന്തൊക്കെ വേണം? ഇത് ഒരു മഴ കഴിഞ്ഞതിന് ശേഷമാണ് കാണപ്പെടുക. സൂര്യൻ എതിർദിശയിലായിരിക്കും. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങൾ ആദ്യം റിഫ്രാക്ഷൻ നടന്ന് പ്രിസത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. പ്രിസത്തിനകത്ത് കടക്കുമ്പോൾ അതിന് രണ്ടാമതായിട്ട് ഡിസ്പേർഷൻ സംഭവിച്ച് 7 കളേഴ്സും വിസിബിൾ ആകും. ഉള്ളിൽ വെച്ചിട്ട് അതിന് ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. പിന്നെ ഇവിടെ വെച്ച് വീണ്ടും എന്താ സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ. കാരണം ഇത് വീണ്ടും ഡെൻസർ മീഡിയമായ പ്രിസത്തിൽ നിന്ന് റെയറർ മീഡിയമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ് അല്ലേ. അപ്പോൾ വീണ്ടും ഫൈനൽ റിഫ്രാക്ഷൻ നടന്നിട്ട് നമുക്ക് ഈ 7 കളേഴ്സും വിസിബിൾ ആകും. അപ്പോൾ റിഫ്രാക്ഷൻ കൊണ്ടാണ് നമ്മുടെ റെയിൻബോ ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. ഇനി റിഫ്രാക്ഷൻ കൊണ്ട് മറ്റെന്തുണ്ടാകാം? നമ്മളുടെ പല കാഴ്ചകളും നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിലല്ല, ചിലപ്പോൾ വ്യത്യസ്തമായി കാണുന്നു. അതെല്ലാം റിഫ്രാക്ഷൻ കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ ഹോട്ട് എയർ അല്ലെങ്കിൽ ഒരു തീ ആളിപ്പടരുമ്പോൾ അല്ലെങ്കിൽ തീ കത്തുക എന്ന് വിചാരിക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് തൊട്ട് മുകളിൽ കൂടി, തീയുടെ തൊട്ട് മുകളിൽ കൂടി നമ്മൾ അതിന് അപ്പുറത്തുള്ളൊരു മരമോ ചെടിയോ ഒക്കെ നോക്കിയാൽ അതിങ്ങനെ ഫ്ലിക്കറിങ് ആയിട്ട് കാണും അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ചില സിനിമയിലോ അല്ലെങ്കിൽ പണ്ടൊക്കെ സിനിമയിൽ ഇങ്ങനെ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പാലത്തിൻ്റെ അപ്പുറത്തൊന്നും ഇങ്ങനെ ബൈക്കിൽ കയറി വരും. അപ്പോൾ ആദ്യം കാണാൻ പറ്റില്ല, പതുക്കെ ആളിങ്ങനെ തെളിഞ്ഞ് വരും. ആ വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലിക്കറിങ് കാണാൻ പറ്റും. കാരണം എന്താ? അവിടെ ഒരു ഹോട്ട് എയർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫ്ലിക്കർ ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും ചിമ്മുക, നമ്മുടെ ഫ്ലെയിമിലെ പോലെ, അതായത് വ്യക്തമല്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തീയാകട്ടെ അല്ലെങ്കിൽ റോഡ് ചൂടായി കിടക്കുമ്പോഴാകട്ടെ അതിന് തൊട്ട് മുകളിലുള്ള എയർ എന്ന് പറയുന്നത് അത് ഭയങ്കര ചൂടായി അല്ലേ. ആ ചൂടാകുന്ന എയറിൻ്റെ ഡെൻസിറ്റി സ്വാഭാവികമായിട്ടും കുറവാണ്. അപ്പോൾ ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും? അത് പെട്ടെന്ന് മൂവ് ചെയ്യും. അപ്പോൾ അതിനകത്തൂടെ കാണുന്ന, അതായത് ഒപ്റ്റിക്കലി റെയറും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ആയിരിക്കില്ല, ഉടനെ ആ എയർ മാറി പെട്ടെന്ന് വേറെ കോൾഡ് എയർ ആ സ്ഥലത്തേക്ക് വരും. അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസം വരും, പെട്ടെന്ന് അത് ചൂടായി മാറും. അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ഫിസിക്കൽ കണ്ടീഷൻ, അവിടുത്തെ ഭൗതികമായ സാഹചര്യം, ആ കണ്ടീഷൻ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നമുക്ക് മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതൊരു ഫ്ലിക്കറിങ് ഇഫക്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹോട്ട് എയറിൽ കൂടി കാണുന്ന വസ്തുക്കൾ ഫ്ലിക്കറിങ് ആയിട്ട് കാണുന്നതിൻ്റെ കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനാണ്.